ദൈവം നമുക്ക് വാഗ്ദത്തങ്ങളെ തരുമ്പോൾ ആ വാഗ്ദത്തങ്ങൾ നമ്മൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്ന് ദൈവം നിരീക്ഷിച്ചു കൊണ്ടിരിക്കും. നാം എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. കണ്ണുനീരൊഴുക്കി പല കാര്യങ്ങൾ, പല ആവശ്യങ്ങളും ദൈവത്തോട് പറയും. എന്നാൽ അതൊക്കെയും ദൈവം നിവർത്തിച്ചു തന്നാൽ നാം അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്ന്, ആ കാര്യങ്ങളൊക്കെ നമുക്കുള്ളവരെ പോലെ ദൈവം കണ്ടുകൊണ്ട് നമ്മുടെ പ്രവൃത്തികളെ അഡ്വാൻസായിട്ട് ദൈവം നിരീക്ഷിക്കും, ദൈവം നോക്കിക്കൊണ്ടിരിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തിരുവചനത്തിൽ നിന്നും ഒരു വചനം വായിക്കാം. യെശയ്യാ പ്രവചനം 54-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യം. പ്രസവിക്കാത്ത മച്ചിയെ ഘോഷിക്ക, നോവ് കിട്ടിയിട്ടില്ലാത്തവളെ പൊട്ടി ആർത്ത് ഘോഷിക്ക. ഏകാകിനിയുടെ മക്കൾ ഭർത്താവുള്ളവളുടെ മക്കളെക്കാൾ അധികം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. 1-ാം വാക്യമാണ് നാം വായിച്ചത്. അപ്പോൾ ദൈവം നമ്മോട് പറയുന്ന കാര്യങ്ങൾ, മക്കളില്ല മക്കളില്ല എന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതായ ചില ഏകാകിനികളോട് ദൈവം പറയുന്ന വാക്കാണ്. ഇവിടെ മക്കളുള്ളതെന്നുള്ളതായ ഒരു ഭാഷയിലും അർത്ഥത്തിലും ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ വചനം നമ്മോട് സംസാരിക്കുന്നുണ്ടെങ്കിലും വാഗ്ദത്തങ്ങളെയാണ് മക്കൾ എന്ന് സൂചിപ്പിക്കുന്നത്. നാം ആവശ്യപ്പെടുന്ന, ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളുടെയും മുൻപിൽ ദൈവം നമുക്കായി വച്ചിട്ടുള്ളതായ വാഗ്ദത്തങ്ങൾ. അപ്പോൾ ഇതുവരെയും വാഗ്ദത്തങ്ങളൊന്നും ലഭിച്ചിട്ടില്ലാത്ത ചിലരുണ്ട്. അവരെ മക്കളില്ലാത്ത ഒരു മച്ചിയെപ്പോലെ ദൈവത്തിൻ്റെ വചനം അവരെ പരിഗണിച്ചും കൊണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് അവരെ പരിഗണിച്ചും കൊണ്ട് പറയുകയാണ്, നീ പൊട്ടി ആർത്ത് ഘോഷിക്കുക. അതെങ്ങനെയാണ്? മക്കളില്ല, പക്ഷെങ്കിൽ മക്കളുള്ളവളെ പോലെ എങ്ങനെയാ ആർത്ത് ഘോഷിക്കുന്നത്? വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയെ ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നു. ശ്രദ്ധിച്ച് കേൾക്കണം. ശ്രദ്ധിച്ച് കേട്ടെങ്കിലേ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ എങ്ങനെയാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം നമ്മളിലേക്ക് ഇറങ്ങി വരുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. പല ഭവനങ്ങളിലും പ്രാർത്ഥനയും കണ്ണുനീരും ഉപവാസവും യാചനയും ഒക്കെ നടക്കുന്നുണ്ട്. എന്നാൽ ഇതിനെ എങ്ങനെ ഉൾക്കൊള്ളണം? എങ്ങനെയാണ് അതിനെ പ്രാപിക്കാൻ നാം പ്രാപ്തരാകുന്നത്? രഹസ്യത്തിൽ നാം ദൈവത്തോട് പലതും ചോദിക്കുന്നു. അത് വേറെ ആരും കേൾക്കാതെ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലും വ്യക്തിപരമായ കുടുംബ പ്രാർത്ഥനയിലൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞ് അത് പുറത്തു പറയാൻ പോലും നമ്മൾ ദൈവത്തോട് വ്യക്തിപരമായി സംസാരിക്കുന്ന കാര്യമാണ്. ദൈവം പറയുന്നു, ഏകാകിനിയുടെ മക്കൾ ഭർത്താവുള്ളവളുടെ മക്കളെക്കാൾ അധികമല്ലോ. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ അനേക ആശ്രയങ്ങൾ ഉള്ളവർക്കുള്ള വാഗ്ദത്തങ്ങളെക്കാൾ ദൈവം മാത്രം ആശ്രയം വെച്ചിരിക്കുന്ന ജനത്തിന് അവർക്കുള്ളതായ വാഗ്ദത്തം അധികമാണ്. അവരുടെ വിശ്വാസം വലുതാണ്, അവർക്കുള്ളതായ സമ്പത്ത് വലുതാണ്. ലോകത്തിൻ്റെ മുൻപിൽ അവർ ഏകാകിയെപ്പോലെ കാണും. പക്ഷെങ്കിൽ ഭർത്താവുള്ളവളെക്കാൾ അവൾ ഭാഗ്യവതിയാണ്. ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിനുള്ളതായ ആശ്രയം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നമ്മൾ ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ചിരിക്കുന്നവരാണെങ്കിൽ ദൈവം നമ്മോട് ഈ പ്രഭാതത്തിൽ പറയുകയാണ്, വിശ്വാസത്താൽ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടതായ ചില ഒരു വിശ്വാസത്തിൻ്റെ വാക്കുകൾ, വിശ്വാസത്തിൻ്റെ ശബ്ദങ്ങൾ. നിനക്ക് കുഞ്ഞുങ്ങളില്ല എന്ന് നീ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നവളാണെങ്കിൽ ആ കുഞ്ഞുങ്ങളില്ലാത്തവളെ പോലെ നീ എപ്പോഴും ഇടപെടരുത്. ദൈവസന്നിധിയിൽ വരുമ്പോൾ കർത്താവ് നിനക്ക് കുഞ്ഞുങ്ങളെ തന്നവളായിട്ട് നീ സന്തോഷിക്കണം. കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ വാഗ്ദത്തങ്ങളുടെ അനേക ആവശ്യങ്ങൾ, അത്യാവശ്യമായി നിന്റെ ജീവിതത്തിൽ നടക്കേണ്ടതായ ചില കാര്യങ്ങൾ. ഇല്ല എങ്കിൽ, അത് നടന്നില്ല എങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നിനക്ക് നാണക്കേട. ദൈവത്തിൽ ആശ്രയിച്ചിട്ടും ദൈവത്തെ സേവിച്ചിട്ടും ദൈവം ഇതുവരെയും എനിക്കൊരു മറുപടിയും തന്നില്ലല്ലോ. അതിനുശേഷം ദൈവത്തിൻ്റെ വചനം നാം വായിക്കുന്നത് വളരെ ശ്രദ്ധയോടെ കേൾക്കണം. 2-ാം വാക്യം എന്താണെന്നറിയാമോ? നിന്റെ കൂടാരത്തിൻ്റെ സ്ഥലത്തെ വിശാലമാക്കുക. കാരണം ഒരിക്കൽ ഒരു ദൈവദാസൻ വാഹനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. രാവും പകലും വളരെ പ്രാർത്ഥന അങ്ങ് ഉയരുകയാണ്, ഉപവാസ പ്രാർത്ഥന. കർത്താവേ, ഞങ്ങൾക്കൊരു വാഹനം വേണം, വാഹനം വേണം, വാഹനം വേണം. അപ്പോൾ ഒരു ദിവസം അപ്രതീക്ഷിതമായ ഒരു ഭക്തനായ ഒരു മനുഷ്യൻ ആ ഭവനത്തിൽ കടന്നു വന്നു. ഈ ഭവനത്തിൽ ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുക. അദ്ദേഹം അത് അറിഞ്ഞുകൊണ്ടല്ല വന്നത്.
പ്രാർത്ഥിക്കുന്നതിന് ഉപവാസ പ്രാർത്ഥനയുടെ കാരണം എന്താണെന്നറിയാമോ? ഒരു വാഹനം കർത്താവ് തരണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ കടന്നു വന്ന ദൈവദാസനിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ ആത്മാവ് അദ്ദേഹത്തിൽ കൂടെ, അദ്ദേഹം വിവരങ്ങളൊന്നും അറിഞ്ഞില്ല, അറിയാതെ തന്നെ വിരുന്ന് വന്ന ആൾ ദൈവാത്മാവിൽ നിറഞ്ഞുകൊണ്ട് ആ വീട്ടുടമയോട് ചോദിച്ചു, ദൈവം നിനക്ക് വാഹനം തന്നാൽ നീ എവിടെ പാർക്ക് ചെയ്യും? അതൊരു ക്വസ്റ്റ്യനായി. എവിടെ പാർക്ക് ചെയ്യുമെന്ന് അദ്ദേഹം ഇതുവരെയും ചിന്തിച്ചില്ല. ഒരു വാഹനം വേണം എന്ന് മാത്രമേ താൻ പറഞ്ഞുള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് വാഹനം തന്നാൽ നീ എവിടെയാണ് പാർക്ക് ചെയ്യുന്നത് ആ വാഹനം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, തൽക്കാലം ഞാൻ റോഡിൽ പാർക്ക് ചെയ്യും. അതിനുശേഷം ദൈവം എനിക്കൊരു സൗകര്യം തരുമ്പോൾ അതിനെ ഒരു ഗാരേജ് ഉണ്ടാക്കി അതിൽ പാർക്ക് ചെയ്യും. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, ദൈവം തരുന്നതായ വാഹനം റോഡിൽ പാർക്ക് ചെയ്യേണ്ടതല്ല. ഇത്രയും പറഞ്ഞിട്ട് ആ വിരുന്ന് വന്ന മനുഷ്യൻ അവിടെ നിന്ന് അപ്രത്യക്ഷനായി. ആദ്യം അദ്ദേഹം വിരുന്ന് വന്ന ഒരു പരിചയക്കാരനെ പോലെ ആ പ്രാർത്ഥനയിൽ സംബന്ധിച്ചു. അവരോട് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി അദ്ദേഹം എങ്ങോട്ട് പോയെന്നറിയില്ല. അദ്ദേഹം എഴുന്നേറ്റ് പോയതായിരിക്കും, അല്ലെങ്കിൽ വെളിയിലോട്ട് ബാത്റൂമിൽ എവിടെയെങ്കിലും പോയതായിരിക്കുമെന്ന് വിചാരിച്ച് ഇവരെല്ലാം കാത്തിരിക്കുകയാണ്. തിരികെ വന്നില്ല. അദ്ദേഹം എവിടെയൊക്കെയോ പോയി മറന്നു. ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നാൽ ചിലപ്പോൾ നമ്മളോട് ചില കാര്യങ്ങൾ ചോദിക്കും. നമ്മുടെ സന്തതിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷെങ്കിൽ സന്തതിയെ നിങ്ങൾ എവിടെ പാർപ്പിക്കും? ദൈവം പറയുകയാണ്, നിന്റെ കൂടാരത്തിൻ്റെ വിശാലതയെ വർദ്ധിപ്പിക്കണം. ആത്മീക അർത്ഥമാണ്. വലിയൊരു കെട്ടിടം പണിയുവാനല്ല ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്. നിന്റെ ജീവിതത്തിലെ വിശാലത, കൂടാരത്തിൻ്റെ വിശാലത, മാനസിക അവസ്ഥയ്ക്ക്, ആത്മീക അവസ്ഥയ്ക്ക്, വിശ്വാസത്തിൻ്റെ അവസ്ഥയ്ക്ക് ഒരു വിശാലതയുണ്ടാകും. ഇപ്പോൾ നീ ഇടുങ്ങിയ അവസ്ഥയാണ്. നിനക്കും നിന്റെ ഭാര്യയ്ക്കും അല്ലെങ്കിൽ നിന്റെ ഭർത്താവിനും നിന്റെ കുഞ്ഞുങ്ങൾക്കും നിനക്ക് വേണ്ടപ്പെട്ടവർക്കും വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന കൂടാരം. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ആ കൂടാരത്തിൽ വസിച്ചുകൊണ്ട്, ഇടുങ്ങിയതായ കൂടാരത്തിൽ വസിച്ചുകൊണ്ട് നീ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണോ? അങ്ങനെയെങ്കിൽ നീ ഒന്ന് ചെയ്യണം, നിന്റെ കൂടാരത്തിൻ്റെ വിശാലതയെ ആദ്യം വിശ്വാസത്താൽ വർദ്ധിപ്പിക്കണം. എന്തിനു വേണ്ടിയാണ് ഇത് വർദ്ധിപ്പിക്കുന്നത്? ആരെങ്കിലും നിന്നോട് ചോദിച്ചാൽ, ദൈവം ഞങ്ങൾക്ക് സന്തതികളെ തരുവാൻ പോകുന്നു, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തരുവാൻ പോകുന്നു, ഞങ്ങൾക്ക് തലമുറകളെ തരുവാൻ പോകുന്നു. അങ്ങനെ നീ വിശ്വാസത്താൽ സംസാരിക്കണം, ഘോഷിക്കണം എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്. ഒരു കുഞ്ഞുങ്ങളെയോ അല്ലെങ്കിൽ മറ്റൊരു വിഷയത്തെയോ ഭൗമികമായ നന്മകളെയോ ഊന്നിക്കൊണ്ടല്ല ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്. ആത്മീകമായ ഭാഷയാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഉപയോഗിക്കുന്നതെന്ന് വിശ്വാസത്താൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ കേൾവിക്കാരെ നിങ്ങൾ ഗ്രഹിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളോട് ഇടപെടുന്നതിനിടയായിത്തീരും. അതിനുശേഷം കർത്താവ് പറയുന്നതായ, ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നതായ കാര്യം, ആ കൂടാരത്തിൻ്റെ തിരശ്ശീലകളെ നിന്റെ കുഞ്ഞുങ്ങൾ നിവർത്തട്ടെ. ഇപ്പോൾ നിന്റെ കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥനയും തിരശ്ശീലയ്ക്കകത്തേക്ക് പ്രവേശിക്കുന്നതുമായ ഒരു അനുഭവമില്ല. നിന്റെ ഭവനത്തിൽ അങ്ങനെ ഒരു അനുഭവമില്ല. തിരശ്ശീല ഇപ്പോൾ മൂടിക്കിടക്കുകയാണ്. നിന്റെ കുഞ്ഞുങ്ങളുമായി ആ തിരശ്ശീല അവർ നിവർത്തട്ട്, തടയരുത്. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, നിന്റെ കയറുകളെ നീട്ടുക എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയുള്ള ജീവിത മാനസിക അവസ്ഥയിൽ നിന്ന് വിശാലതയിലേക്ക് നീ കൂടാരത്തിന് വെളിയിലേക്ക് ഇറങ്ങി വരിക. നിന്റെ സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരു അനുഭവത്തിൽ നിന്ന് സ്വതന്ത്രമായ ഒരു ചിന്താഗതി നിന്നിൽ ഡെവലപ്പ് ചെയ്യണം. അതിനുശേഷം ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞ് ശക്തിയോടെ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചു കേൾക്കുക, കുറ്റിയെ നല്ലതുപോലെ ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ വിശാലതയും നിന്റെ സ്വാതന്ത്ര്യവും കുറ്റിപറിക്കുന്ന അനുഭവമായി മാറരുത്. അത് ഉറപ്പിക്കണം. നിന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതായ സ്വാതന്ത്ര്യം, നിന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതായ വിശാലത, നിന്റെ കൂടാരത്തിലെ മഹത്വങ്ങളും അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, അവയെ നീ സ്വതന്ത്രമാക്കി ജീവിക്കുമ്പോൾ, നിന്റെ കൂടാരത്തിൻ്റെ കുറ്റി പറിച്ച് ഓടുന്ന കുഞ്ഞുങ്ങളാകരുത്. കുഞ്ഞുങ്ങൾ കൂടാരത്തിൽ തന്നെ നിൽക്കുന്നവരാകണം. പ്രൈസ് ദി ലോർഡ്. കാര്യങ്ങൾ മനസ്സിലായോ? ഇന്നത്തെ നമ്മുടെ ക്രിസ്തീയ ഭവനങ്ങളിലെ ഒരവസ്ഥ, കുഞ്ഞുങ്ങൾക്ക് വിശാലതയുണ്ടായി, ഭവനങ്ങൾക്ക് വിശാലതയുണ്ടായി, ദൈവം പ്രാർത്ഥന കേട്ടു, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, നമുക്കില്ലാതിരുന്ന പല കാര്യങ്ങളും ദൈവം തന്നു. ഈ ലോകത്തിൽ ഭർത്താവുള്ളവരെക്കാൾ ഏകാകിനിയുടെ മക്കൾ അധികമാണെന്ന് ദൈവം ലോകത്തിൽ നമ്മുടെ ജീവിതത്തിൽ കൂടെ പല പ്രാവശ്യം വ്യക്തമാക്കി കാണിച്ചു കൊടുത്തു. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ളതായ
അക്ഷരികവും ആത്മീകമായ ഒരു അവസ്ഥയെ ലോകത്തിന് മുമ്പിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം വരച്ചു കാട്ടിത്തന്നു. അനേകരുടെ മുമ്പിൽ നാം അത്ഭുതങ്ങളായി മാറിയ നാളുകൾ. നമ്മുടെ ജീവിതം പഴയതുപോലെയല്ല, നടന്നലഞ്ഞതായ ഒരു ജീവിതമല്ല. ഇപ്പോൾ നിനക്ക് വാഹനത്തിൽ നീ സഞ്ചരിക്കുന്നു, നീ ഇപ്പോൾ പാർക്കുന്നത് ഉറപ്പുള്ള ഭവനങ്ങളിൽ നീ പാർക്കുന്നു, അതും വിശാലതയുള്ള ഭവനങ്ങളിൽ പാർക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിന്റെ കുറ്റിയെ നീ ഉറപ്പിക്കുക, അടിസ്ഥാനം ഉറയ്ക്കട്ടെ. ഇല്ല എങ്കിൽ നിന്റെ സന്തതികൾ കുറ്റി പറിച്ചുകൊണ്ട് ഓടും. അങ്ങനെ കുറ്റി പറിച്ചുകൊണ്ട് ഓടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അറിയാമോ? ഈ കൂടാരം പടിപടിയായി ചുരുണ്ട് താഴെ വീഴും. നീ ദേശത്ത് ലജ്ജ ധരിക്കുന്നതിനിടയായിത്തീരും. ലോകർ നിന്നെ കണ്ടുകൊണ്ട് അപമാനം ഏറ്റുവാങ്ങുന്നതിനിടയായിത്തീരും. ആരാധനയിൽ ആക്ഷേപങ്ങൾ ഉയർന്നു വരും. കുറ്റി ഉറപ്പിക്കാത്ത ജീവിതം, കുറ്റി ഉറപ്പിക്കാത്തതായ ശുശ്രൂഷ, കുറ്റി ഉറപ്പിക്കാത്തതായ സംസാരങ്ങൾ, കുറ്റി ഉറപ്പിക്കാത്തതായ ഉപദേശങ്ങൾ, അവിടെയെല്ലാം ഇളകിക്കിടക്കുകയാണ്. വിശാലത വന്നു, തിരശ്ശീലകൾ നിവർന്നില്ല, തിരശ്ശീലകൾ ഇപ്പോഴും അടഞ്ഞു കിടക്കുകയാണ്. കയറുകളെ നീട്ടി സ്വാതന്ത്ര്യങ്ങൾ കൂടി കൂടി കുറ്റിയും പറിച്ചുകൊണ്ട് ഇതാ കിടക്കുന്നവർ ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു. എവിടെ പോയി പിടിക്കാനാ? കൂടാരവും വലിച്ചും കൊണ്ട് ഓടുന്ന ഓട്ടം. അതിൽ പാർത്തിരുന്നവർ അതിൻ്റെ പുറകെ ഓടി. എവിടെ കിട്ടാനാണ്? കിട്ടുന്നില്ല. അത് കാറ്റിൽ പറന്നുപോയി, വിശ്വാസം വിട്ടുപോയി, ദൈവമായിട്ടുള്ള ബന്ധം തകർന്നുപോയി. ദൈവം തരുന്നത് പല നന്മകളും ഇതാ വഴിയരികിൽ പാർക്കുകയുള്ളതായ അവസ്ഥ, വഴിയരികിൽ നിർവ്വാണമായി കിടക്കുന്നതായ അവസ്ഥ. വഴിപോക്കരെല്ലാം നിന്നെ ആക്ഷേപിക്കുന്നു, നിന്നെ പരിഹസിക്കുന്നു, നിന്റെ ശുശ്രൂഷയെ പരിഹസിക്കുന്നു, നിന്റെ ജീവിതത്തെ അല്ലെങ്കിൽ ആരാധനയുടെ ക്രമങ്ങളെ പരിഹസിക്കുന്നു. ലോകത്തിന് മുൻപിൽ നീ പരിഹാസ വിഷയമായി. കാരണം എന്താണെന്നറിയാമോ? കൂടാരത്തിലെ കുറ്റി ഇളകിപ്പോയി, കുറ്റിക്ക് ഉറപ്പില്ല. വിശാലത കിട്ടി, ദൈവം നീ പ്രാർത്ഥിച്ചതൊക്കെയും തന്നു, നീ ഏകാകിനിയായിരുന്നു. എന്നാൽ ഇപ്പോൾ നിന്റെ സന്തതികൾ എണ്ണമില്ലാതെ വണ്ണം കടൽക്കരയിലെ മണൽ പോലെ അത് വർദ്ധിച്ചിരിക്കുന്നു. തലമുറകൾ ഉണ്ടായി, വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ അവരുടായി വെളിപ്പെടുവാൻ തുടങ്ങി. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നു. നീ സാക്ഷ്യം നീട്ടിപ്പറഞ്ഞു, പ്രസംഗത്തിന്റെ ചാതുര്യത വർദ്ധിച്ചു. അനുഭവമില്ലാത്ത പ്രസംഗങ്ങൾ നിന്റെ സന്തതികൾ കേട്ടു. ആ സന്തതികൾ ആ ഉപദേശത്തിൽ നിലനിന്നില്ല. ഒരു ദിവസം നീ പറഞ്ഞ വാക്കുകൾ നമ്മെ തിരിച്ചടിക്കും, നമുക്കെതിരായി അത് പ്രവർത്തിക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ ആക്ഷേപമായി നമ്മെ കൊണ്ട് നോക്കുകുത്തികളായി നിർത്തും. ദൈവത്തിന് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. നിന്റെ വിശ്വാസത്തിന്റെ മാർഗം ദൈവം തന്നതായ നന്മകളെ വഴിയരികിൽ ആക്ഷേപകരമായി ഇടുന്നതല്ല ദൈവത്തിന്റെ പ്രവൃത്തി. എന്താണ് ചെയ്യണമെന്ന് അറിയാമോ? നിന്റെ കൂടാരത്തിന്റെ വിശാലത വിശ്വാസത്താൽ വർദ്ധിപ്പിക്കുക. ആരെങ്കിലും നിന്നോട് ചോദിച്ചാൽ നീ പറയുക, എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്നു, എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു, എന്റെ ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്നു. അതിന്റെ കുറ്റിയെ നീ ഉറപ്പിക്കുമ്പോൾ മറ്റുള്ളവർ ചോദിക്കും, എന്തിനാണ് ഈ കുറ്റി ഉറപ്പിക്കുന്നത് ചോദിച്ചാൽ, ഇത് എന്റെ കൂടാരത്തിന്റെ വിശാലത വർദ്ധിക്കുമ്പോൾ, കയറുകളുടെ നീളം വർദ്ധിക്കുമ്പോൾ ഇത് ഇളകിപ്പോകരുത്, അതിനുവേണ്ടി ഞാൻ കുറ്റിയെ ഉറപ്പിക്കാണ്. നീ വാക്കുകൾ കൊണ്ട് മറ്റുള്ള ലോകത്തോട് നീ സാക്ഷ്യം പറയണം. ദൈവത്തിന് സ്തോത്രം. ഇടുങ്ങിയ ജീവിതത്തിൽ കുറുക്കിക്കെട്ടുന്ന അനുഭവത്തിലല്ല കുഞ്ഞുങ്ങളായിരിക്കേണ്ടത്, തലമുറകളായിരിക്കേണ്ടത്. അവരുടെ കയറുകളെ നീട്ടുക, അവരുടെ വാക്കുകളെ നീട്ടുക. അവർ തന്നെ ആ തിരശ്ശീലകളുടെ ചുരുളുകൾ അവർ തന്നെ അഴിച്ച് ആ ആലയത്തിൽ അല്ലെങ്കിൽ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക്, ആ മണ്ഡപത്തിലേക്ക്, വിശുദ്ധ സ്ഥലത്തിലേക്ക് കുടുംബമായി പ്രവേശിച്ച് ദൈവത്തിന് നന്ദി കൊടുക്കുന്ന ഒരു അനുഭവം, അച്ചടക്കമുള്ള ഒരു കുടുംബാന്തരീക്ഷം, കുഞ്ഞുങ്ങൾക്ക് തിരശ്ശീലം നിവർത്തുന്നതായ ഒരു അനുഭവം. അവരെ തടയരുത്, അവരെ കൊണ്ട് അത് ചെയ്യിക്കണം. അവരത് ചെയ്യുവാൻ തക്കവണ്ണം കയറുകളുടെ നീളത്തെ നീ കൂട്ടണം. എന്നാൽ ആ നീളത്തെ കൂട്ടുമ്പോൾ സ്വാതന്ത്ര്യം വർദ്ധിച്ച് കുറ്റി പറിച്ചോടുന്നവരായി, ആ കൂടാരത്തെ നശിപ്പിക്കുന്നവരായി തീരാതെ വണ്ണം അതിനെ ഉറപ്പിച്ച് ബലമുള്ളവരാക്കി നിർത്തുക. ദൈവം വാക്തത്വങ്ങളിൽ വിശ്വസ്തനാണ്. അവൻ വാക്ക് പറഞ്ഞത് മാറാതെ, അവന്റെ വാക്കുകൾ മാറ്റാതെ ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ ജീവിതത്തിൽ നടക്കേണ്ടതൊക്കെ ദൈവം നടത്തി തരും. പക്ഷെങ്കിൽ നാമോ നമ്മുടെ ഇടുങ്ങിയ അവസ്ഥയിൽ നിന്നൊരു വിശാലതയിലേക്കുള്ളതായ ഒരു സഞ്ചാരം നമുക്കുണ്ടെങ്കിൽ അവിടെയാണ് ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത്. നാം വിശ്വാസത്താൽ ഘോഷിക്കുന്നവരായിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഒരു വിശാലമായ ഒരു ഹൃദയം, ഒരു ജീവിതം കാണുവാൻ, നമ്മുടെ തലമുറകളിൽ അനുഗ്രഹം കാണുവാൻ, വാക്തത്വങ്ങൾ ലഭിക്കുമ്പോൾ അതിനനുസരിച്ചുള്ളതായ ഒരു ജീവിതം നമ്മളിൽ കെട്ടിപ്പടുക്കുവാൻ തക്കണം. ഈ പ്രഭാതം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.